നമസ്കാരം. ഇന്നേ ദിവസം നോക്കുകയാണ് എങ്കിൽ, അതായത് ജൂലൈ 6 എന്ന ഇന്നേ ദിവസം ചില അത്ഭുതകരമായ കാര്യങ്ങൾ ജ്യോതിഷത്തിൽ സംഭവിക്കുന്ന ദിവസമാകുന്നു. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത്. ജൂലൈ 6 ശനിയാഴ്ച ചന്ദ്രൻ മിഥുനം കഴിഞ്ഞ് കർക്കിടകത്തിലേക്ക് നീങ്ങാൻ പോകുന്നതായ ദിവസമാകുന്നു. കൂടാതെ ഇന്നേ ദിവസം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആഷാഢമാസത്തിലെ ശുക്ലപക്ഷത്തിന്റെ പ്രതിപദ തിഥി കൂടിയാണ്. അതിനാൽ തന്നെ ഇന്നേ ദിവസം ചില അപൂർവ യോഗങ്ങൾ രൂപാന്തരം കൊള്ളുന്നു എന്ന കാര്യം ഓർക്കുക. ഹർഷണയോഗവും ത്രിപുഷ്കരയോഗവും പുണർദം നക്ഷത്രം ചേർന്ന ഈ ശുഭകരമായ സംയോജനം നടക്കുന്നതാകുന്നു. അതിനാൽ തന്നെ ഇന്നേ ദിവസം ജ്യോതിഷപരമായി നോക്കുകയാണ് എങ്കിൽ ചില രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതായ ദിവസമാണ് എന്ന് തന്നെ പറയാം. ഈ ഐശ്വര്യ യോഗങ്ങളുടെ ഗുണഫലം ലഭിക്കാൻ പോകുന്നതായ ആ നക്ഷത്രക്കാർ, ആ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ഇന്നേ ദിവസം മനസ്സിലാക്കേണ്ടതായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നീതിദേവനായ ശനിദേവന്റെ കടാക്ഷവും ഇവർക്ക് ലഭിക്കുന്നു എന്ന് തന്നെയാകുന്നു. അതിനാൽ തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതായ ദിവസം കൂടിയാണ് ഇന്ന്. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഇന്നേ ദിവസം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ വന്ന് ഭവിക്കുന്നതായ സമയമാകുന്നു. ജൂലൈ 6 ഇടവം രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമാണ്. ശനിദേവന്റെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ വരുമാനവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അപ്രതീക്ഷിതമായ വർധനവ് വരുമാനവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. വളരെ കാലമായി മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നു എന്ന് വരാം. കൂടാതെ സംസാരവുമായി ബന്ധപ്പെട്ട് ഇന്ന് ചില അനുകൂലമായ കാര്യങ്ങൾ, ബഹുമാനം നിങ്ങൾക്ക് ലഭിക്കാം. കൂടാതെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ വാർത്തകൾ വന്നു ചേരാം. കൂടാതെ സുഹൃത്തുക്കൾക്ക് ഇന്നേ ദിവസം അനുകൂലമായ ഫലങ്ങൾ നൽകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. സുഹൃത്തുക്കളുടെ എണ്ണത്തിൽ വർധനവിന് സാധ്യത അല്പം കൂടുതലാകുന്നു. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനം ലഭിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് യാത്രകൾക്ക്, അനുകൂലമായ യാത്രകൾക്ക് സാധ്യതയുണ്ട്. കൂടാതെ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുവാനും പല കാര്യങ്ങളും പരിഹരിക്കുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതായ ദിവസം കൂടിയാണ് എന്ന കാര്യം ഓർക്കുക. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്ന ഒരു ദിവസമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത്. കർക്കിടകം രാശിക്കാർക്ക് ഇന്നേ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ ദിവസമാണ് എന്ന് പറയാം. ജൂലൈ 6 നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ കാലമായി നിങ്ങളുടെ മനസ്സിലുള്ള പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഒന്നിൽ കൂടുതൽ വരുമാന സ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം, അല്ലെങ്കിൽ വരുമാനം അല്പം വർദ്ധിക്കാവുന്നതാകുന്നു. കഠിനാധ്വാനങ്ങൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം അനുകൂലമായ ഫലങ്ങൾ നൽകും. ശനിദേവന്റെ കടാക്ഷം കൂടി ഉള്ളതിനാൽ അനുകൂലമായ ഫലങ്ങൾ ഇന്നേ ദിവസം പ്രതീക്ഷിക്കുവാൻ സാധിക്കും. വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം ലാഭം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ തർക്കങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലം വന്ന് ചേരാവുന്നതാകുന്നു. കൂടാതെ ഈ സമയം സന്തോഷകരമായ നിമിഷങ്ങൾ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതുമാണ്. കൂടാതെ ഈ സമയം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അല്പം മെച്ചപ്പെടുന്നതാകുന്നു. ആരോഗ്യ കാര്യത്തിൽ അല്പം പുരോഗതി പ്രതീക്ഷിക്കാവുന്നതായ സമയം കൂടിയാകുന്നു. ഇന്നേ ദിവസം നിങ്ങൾക്ക് ഭാഗ്യം പിന്തുണ നൽകുന്നതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വിജയങ്ങൾ പോലും നേടുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും ജൂലൈ 6 അനുകൂലമായ ദിവസമാണ് എന്ന് പറയാം.
ശനിദേവന്റെ കടാക്ഷം നിങ്ങൾക്കുള്ള സമയം തന്നെയാകുന്നു. അഥവാ ശനിദേവന്റെ അനുഗ്രഹത്താൽ ഭാഗ്യം സിദ്ധിക്കുന്നതായ ഒരു ദിവസം എന്ന് തന്നെ പറയാം. പെട്ടെന്നുള്ള ധനലാഭത്തിനുള്ള അവസരങ്ങൾ, പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. കുടുംബാന്തരീക്ഷം പൊതുവിൽ ശുഭകരമായിരിക്കും. അഥവാ തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിക്കുവാൻ സഹായകരമായ അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം സുഹൃത്തുക്കൾ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് സഹായം പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് സഹായം ചെയ്യുവാനുള്ള അവസരങ്ങളും വന്നു ചേരാം. ഇന്നേ ദിവസം പല കാര്യങ്ങളും വായുവേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അത് പ്രശംസയും സ്വീകാര്യതയും വർദ്ധിപ്പിക്കുന്ന കാര്യമായി മാറാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില ഇടങ്ങളിലേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. സന്തോഷകരമായ യാത്രകൾക്ക് സാധ്യതയുണ്ട്. ശനിദേവന്റെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകളുണ്ട്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. വളരെ കാലമായുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക, അത്തരം കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. കൂടാതെ ഈ സമയം കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലം പൂർണ്ണമായും ലഭിക്കുന്നതായ ദിവസം കൂടിയാണ് ഇത്. ചെറുകിട വ്യവസായികൾക്കും ആഗ്രഹിക്കുന്നതായ ലാഭം വന്ന് ചേരാവുന്ന സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ തർക്കങ്ങൾ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ തർക്കങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് എന്ന പ്രത്യേകതയുണ്ട്. ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും ഇന്നേ ദിവസം അഥവാ ജൂലൈ 6 അനുകൂലമാണ് എന്ന് പറയാം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വിജയ സാധ്യതകൾ വർദ്ധിക്കുന്നതായ സമയമാണ് ഇത്. കഠിനാധ്വാനത്തിലൂടെ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. അവസരങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ ഉയർച്ച വന്ന് ചേരാവുന്ന ഒരു സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ തടസ്സങ്ങൾ അത് ക്രമേണ നീങ്ങുവാൻ നിങ്ങൾക്ക് സഹായകരമായി തീരും. ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം സ്വീകാര്യത, ബഹുമാനം വർദ്ധിക്കുന്നതാകുന്നു. വിജയങ്ങൾ നേടുവാനും സാധിക്കും. ശ്രമിക്കുകയാണ് എങ്കിൽ സാധിക്കും എന്ന് തന്നെ പറയാം. ആരോഗ്യ കാര്യങ്ങളിൽ ഉണ്ടായിരുന്നതായ ചില ആശങ്കകൾ പരിഹരിക്കുവാൻ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ അത് ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം ചെലവുകൾ ഉണ്ടാകും. എന്നിരുന്നാൽ പോലും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സുഹൃത്തുക്കൾ, സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം ലാഭം ലഭിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്തതായ കാര്യത്തിൽ നിന്നും ലാഭം ലഭിക്കുവാനോ സാധ്യത കൂടുതലാകുന്നു. കടങ്ങൾ വീട്ടുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അതൊരു പരിധിവരെ വിജയിക്കും എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എതിരാളികളെ വിജയിക്കുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. ശനിദോഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഭാഗ്യം വർദ്ധിക്കുവാൻ വൈകുന്നേരം ഇന്നേ ദിവസം ശനീശ്വരനെ ഭജിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്.